ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു തൈലൻഡ് ഷോപ്പിംഗ് വ്ളോഗാണ്. ആൻഡ് ഇത് ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല, ബട്ട് ഞങ്ങൾ മേടിച്ച കുറച്ച് സാധനങ്ങൾ ഇപ്രാവശ്യം മേടിച്ചുള്ളൂ. അപ്പം അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതിനകത്ത് കുറച്ച് ഫുഡ് ഐറ്റംസ് ആൻഡ് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണ്. വളരെ കുറച്ചുള്ളൂ, എനിക്ക് കണ്ണുറക്കാൻ പറ്റുന്നില്ല. വളരെ കുറച്ചേ ഉള്ളൂ സാധനങ്ങൾ, പക്ഷെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റില് ഞങ്ങളൊരു ബൗള് മേടിച്ചു. ഇത് നല്ല രസമുണ്ട്. ഞങ്ങൾക്ക് സ്മൂത്തി ബോളൊക്കെ ആക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇത് മേടിച്ചു. ഇതാണ് ഞങ്ങൾ മേടിച്ച ഫസ്റ്റ് സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളറാണ്, യെല്ലോ ആൻഡ് ഒരു ഗ്രീൻ, നല്ല ഡിസൈനൊക്കെ ഉണ്ട്. തായ്ലൻഡിൽ നിന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, തായ്ലൻഡിൽ നിന്നുണ്ട്. ഇതിൽ ടീ കാണാനില്ല. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. ഞങ്ങൾ വേറെ ഒന്നും മേടിച്ചില്ല, കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. ഇത് ഞങ്ങൾക്കും പിന്നെ 2-3 ആക്ച്വലി കൊടുത്തു. ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് പേർക്ക് മേടിച്ചത് അതൊക്കെ കൊടുത്തു. ഇത് കൊടുക്കാനുള്ളതാ. അപ്പം ഇതുപോലത്തെ കുറേ വെറൈറ്റിയാണ് ഞങ്ങൾ മേടിച്ചത്. ഇത് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാ. ദെൻ ഞങ്ങൾ മറ്റേ ടൈഗർ കിങ്ഡത്തിൽ പോയി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചതാണ്. ഇത് ഒരു ടൈഗറിൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ദെൻ ഞങ്ങൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ഫ്രിഡ്ജ് വയ്ക്കാൻ ഒരു മാഗ്നറ്റ് ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചു. ഇത് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളത് ഈ ഒരു ആനക്കുട്ടീനെ മേടിച്ചായിരുന്നു. ഇതിങ്ങനെ തായ്ലൻഡിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നല്ല ക്യൂട്ടാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത് മേടിച്ചു. പിന്നെ ഞാൻ കുറേ ഇങ്ങനെ വീഡിയോസിലൊക്കെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 7-Eleven ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് കിട്ടും. അങ്ങനെ ഞാൻ കുറേ, പക്ഷെ ഇതിന് നല്ല വിലയായിരുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ. പക്ഷെ എനിക്ക് മേടിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മേടിച്ചു ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ലൈറ്റ് കത്തും, നല്ല രസമാണ്. നല്ല ഓക്കെ, നല്ല രസമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയപ്പോഴേ ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ച ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റാണത്. വേറെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒന്നും ഞാൻ മേടിക്കുന്നത് സാധാരണ നമ്മളവിടെ പോയിട്ട് ചൂസ് ചെയ്തിട്ടല്ലേ മേടിക്കുക. പക്ഷേ ഇതെനിക്ക് ഇവിടുന്ന് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കാം, നല്ല നല്ല രസമാണ്. ഇവിടെയാണ് മാഗ്നറ്റ് വരുന്നത്, ലൈറ്റ് കത്തും. ഇത് ഇങ്ങനെ 7-Eleven നല്ല. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങൾ ഇത്ര മേടിച്ചിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഫുഡ് കാണാം. ഫുഡ് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല. ഒരു കാണിച്ചു തരാം. ഈ ഒരു ഇതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ഹൂലേസ് ഇത് മേടിച്ചു. ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് സോർ ക്രീം ആൻഡ് അണിയനാണ് ഫ്ലേവർ. ഞങ്ങളിതൊരു കഴിച്ചില്ല, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്ക്. കുറച്ച് ദിവസമായി ഞങ്ങൾ വന്നിട്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ഇതൊരെണ്ണം കഴിക്കാൻ വേണ്ടി മേടിച്ചു. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് മേടിച്ചത് ഞങ്ങൾ ഒരു മിൽക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. ഞാൻ ഫ്ലൈറ്റ് നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്ന 6:30 ഞങ്ങൾ അതിന് മുന്നേ പോയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു മിൽക്കും ഇതും മേടിച്ചിട്ട് കഴിച്ചിട്ട് പോവാം. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. ഞങ്ങൾ എഴുന്നേറ്റ് അപ്പം തന്നെ റെഡിയായി ഞങ്ങൾ പോവുമായിരുന്നു ചെയ്തത്. അതുകൊണ്ട് അത് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതിൻ്റെ കാറ്റൊക്കെ പോയി. ഒരു ചീറ്റോസ് മേടിച്ചു, പക്ഷെ ഇതിനകത്ത് ഒന്നുമില്ല. വലിയ പാക്കറ്റാണ്, ഇത്രയുണ്ട് പാക്കറ്റ്, പക്ഷെ ഇത്രേ ഉള്ളൂ ഐറ്റം, സാധനം ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഇത് ഫ്ലേവർ പിന്നെ തന്നെ എഴുതിയേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ചീറ്റോസ് എന്ന് മാത്രം. ചീറ്റോസ് വേറെ ലാംഗ്വേജ്. പിന്നെ ഈ ചേട്ടനെ കണ്ടറിയാലോ ചീറ്റോസ് ആണ്. ചീസാണോ? ചീസിന്റെ പടമാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് കാണാവോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, പിന്നെ കുറച്ച് നൂഡിൽസ് മേടിച്ചു. ഞങ്ങൾ ബുൾഡാക്ക് മേടിച്ചായിരുന്നു. ബുൾഡാക്ക് 3 മേടിച്ചു. അതിൽ ഒരെണ്ണം ശരിക്കും ഞങ്ങൾ കഴിച്ചു, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. വേണം ഞാൻ എവിടെയെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ബുൾഡാക്കിൻ്റെ ഇത് മേടിച്ചു. കാരണം ഈ ബുൾഡാക്കിൻ്റെ സ്പൈസി റാമൻ റോസ് മേടിച്ചു. അങ്ങനെ ഇത് ഇത്ര മേടിച്ചു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം കൂടെ ഉണ്ട്,
പക്ഷെ അത് കഴിച്ചു ഞങ്ങൾ. ഓക്കെ, ഞങ്ങൾ 7-Eleven നിന്ന് മേടിച്ച ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. ഞങ്ങൾ ഈ ഒരു ലിപ്പ് പ്ലംപിംഗ് ജെല്ലി ലിപ്പ് മേടിച്ചു. ആൻഡ് അടുത്തത് വന്നിട്ട് ഒരു സ്ലീപ്പിംഗ് മാസ്ക് മേടിച്ചു. ഇത് റോജു കിസ് അങ്ങനെയാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. ആൻഡ് ഇത് 2 മേടിച്ചു. പിന്നെ ഒരു ക്ലിയർ നോസ് എന്ന് പറഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസിങ് ജെൽ ക്രീം അത് മേടിച്ചിട്ടുണ്ട്. ഒരു ക്രീം. ആക്നെ സ്കാർ ജെൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു വീഡിയോ കണ്ടപ്പോൾ മേടിച്ചതാ. ഈ സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ, ഇതിൻ്റെ 2 ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു സൺസ്ക്രീൻ, ഇതും ഞാൻ വീഡിയോ കണ്ടിട്ട് മേടിച്ചതാ. സൺസ്ക്രീൻ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഒക്കെ നോക്കി വെച്ചിട്ടായിരുന്നു പോയത്. ബട്ട് അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള 7-Eleven ഒത്തിരി അധികം സാധനങ്ങൾ, ചെറിയ 7-Eleven ആയിരുന്നു. അപ്പം ഒത്തിരി സാധനങ്ങളൊന്നും, ഞങ്ങൾ നോക്കി വെച്ച സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റേന് 2 ഉണ്ട്. ഒരു സൂതിങ് ബാരിയർ ബൂസ്റ്റ് സൂതിങ് ജെൽ ക്രീം ഉണ്ട്. ഓക്കെ, കുറേ വീഡിയോക്കകത്ത് ഞാനിത് കണ്ടിട്ട് മേടിച്ചതാണ് മാസ്ക് മേടിച്ചത്. പിന്നെ അവസാനമായിട്ടൊരു ലിബ. ഇത്രയാണ് ഞങ്ങൾ മേടിച്ചത്. ഇത് സത്യം പറഞ്ഞാൽ 7-Eleven നിന്നല്ല, ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് ഞങ്ങൾ മേടിച്ച ഷോപ്പിംഗ്, തൈലൻഡ് ഷോപ്പിംഗ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. ആൻഡ് ദിസ് ഈസ് മൈ തൈലൻഡ് ഷോപ്പിംഗ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ഗൈസ്, ബൈ.